നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നെ കാണുമ്പോഴെല്ലാം എന്തുകൊണ്ടായിരിക്കും പ്രിയഞ്ചേട്ടൻ ദേഷ്യപ്പെടുന്നത്? മീര പറഞ്ഞ പോലെ ഞാൻ ഗന്ധർവനെ കുറിച്ച് പ്രിയഞ്ചേട്ടനോട് ചോദിക്കുന്നോണ്ടായിരിക്കോ? ഗന്ധർവനെ കുറിച്ച് ചോദിക്കുന്നു എന്ന് വെച്ച് ഇത്രയധികം ദേഷ്യപ്പെടണോ? മിണ്ടാതെ നടക്കണോ? പ്രിയഞ്ചേട്ടന്റെ മനസ്സിൽ എന്താന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ചായ. എന്താ നിന്റെ പ്രശ്നം? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ പ്രിയഞ്ചേട്ടന്റെ പ്രശ്നം? എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യം? എന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും പ്രിയഞ്ചേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. എന്നെ കാണുമ്പോ മുഖം തിരിച്ച് നടന്നു പോയിട്ടില്ല. എന്റെ കൂടെ നിൽക്കുക ചെയ്തത്. പക്ഷെ ഇപ്പോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഒരു ശത്രുവിനോട് എന്ന പോലെയാ പ്രിയഞ്ചേട്ടൻ എന്നോട് പെരുമാറുന്നത്. എന്താ പ്രിയഞ്ചേട്ടാ, എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. പ്രിയഞ്ചേട്ടൻ എന്നോട് മിണ്ടാതെ നടക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. ഞാൻ ഗന്ധർവനെ കുറിച്ച് ചോദിക്കുന്നത് പ്രിയഞ്ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാനിനി ഒരു അക്ഷരം പറയില്ല. നോക്ക്, ശ്വാസം വിടാൻ പോലും സമയമില്ലാതെ നിൽക്കാൻ ഞാൻ. ഇപ്പൊ 500 പീസ് ക്വാളിറ്റി ചെക്ക് ചെയ്ത് അയണിംഗ് സെക്ഷനിലേക്ക് വിടണം. നിന്നോട് സംസാരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. നീ കരുതുന്നത് പോലെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. ദയവ് ചെയ്ത് ശല്യം ചെയ്തൊന്ന് പോ. മാഡം, ഈ പെണ്ണിന് വേറെ ഒരു പണിയില്ലേ? ആ കൈലാഷിന്റെ കാര്യം അറിയാനായിരിക്കും. പറയും മാഡം. ക്യാബിനില്ല. ശരി മാഡം, ഞാനിപ്പോ വരാം. ഈ പേപ്പറൊക്കെ ഒന്ന് എടുത്തു വച്ചേ. പ്രിയദർശൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. എന്തത്? ബഹുമാനപ്പെട്ട മുക്ത മാഡത്തിന് ഞാൻ PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ദീർഘകാലമായി സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തു വരികയാണ്. വ്യക്തിപരമായ ചില കാരണങ്ങളാൽ എനിക്ക് ഈ ജോലിയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. ആയതിനാൽ ഞാൻ ജോലി രാജിവെക്കുകയാണ്. പ്രിയഞ്ചേട്ടൻ രാജിവെക്കുകയാണെന്നോ? ദയവായി എന്റെ ഈ രാജിക്കത്ത് പരിഗണിക്കണമെന്നും ഇന്ന് തന്നെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അനുവാദം നൽകണമെന്നും അപേക്ഷിക്കുന്നു എന്ന് പ്രിയദർശൻ.
പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ജോലിയും തീർന്നു. അയണിങ്ങും കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി പാക്കിംഗ് സെക്ഷനിലേക്ക് വിടാം. പാക്കിംഗ് സെക്ഷനിൽ പാക്ക് ചെയ്യാൻ ആളുണ്ട്, അവർ ചെയ്തോളൂ. നിങ്ങളുടെയൊക്കെ ജോലി കഴിഞ്ഞു, എല്ലാരും പൊയ്ക്കോ. വാ ജയന്തി ചേച്ചി. നിക്ക. നിങ്ങളെല്ലാരെയും എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. നിങ്ങളെല്ലാരും ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ ഇത്രയും വലിയ ടാസ്ക് ഫിനിഷ് ചെയ്തതെന്നും എനിക്കറിയാം. ഈ നന്ദി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും എന്നും ഉണ്ടാവും. നന്ദിയോ? നമ്മളിത് ആദ്യമായിട്ടാണോ? ഇതിനു മുൻപും നമ്മൾ ഇതുപോലെ അർജന്റ് ജോലികൾ ചെയ്തിട്ടുണ്ട്, എത്രയോ തവണ. അന്നൊന്നും നീ ഇങ്ങനെ വിഷമത്തോടെ നന്ദി പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് എന്തു പറ്റി? അത് ജയന്തി, ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് നിങ്ങളോടിത് പറയാൻ കഴിയില്ല. എടാ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? മോഹൻ, പ്രിയൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും ചിരിച്ച മുഖത്തോടെയല്ലേ നമ്മൾ പ്രിയനെ കാണാറുള്ളത്. പക്ഷെ ഇപ്പോ പ്രിയന്റെ മുഖം നോക്കി, ചിരിയുമില്ല, പറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി തീർത്തതിന്റെ സന്തോഷവും ഇല്ല. എന്താടാ ഞങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇത് തന്നെയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒത്തൊരുമ എന്നും ഉണ്ടാവണം. എന്റെ ജോലി അവരുടെ ജോലി എന്ന വേർതിരിവില്ലാതെ നമ്മുടെ ജോലി എന്ന ചിന്തയോടെ പരസ്പരം സഹായിച്ച് എല്ലാരും മുന്നോട്ട് പോണം. നിങ്ങൾ തമ്മിൽ വഴക്കോ പിണക്കമോ ശത്രുതയോ ഒന്നും ഉണ്ടാവരുത്. നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തമ്മിൽ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം, പിണക്കോ വഴക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അല്ല, ഇതൊന്നും നിനക്ക് ബാധകമല്ലേ? കട്ടിംഗ് മാസ്റ്റർ രാഘവേട്ടൻ ജോലിന്ന് പിരിഞ്ഞു പോകുമ്പോ പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എല്ലാരും ഒന്നാണ്, ഒറ്റ മനസ്സോടെ കഴിയണമെന്നൊക്കെ. പ്രിയഞ്ചേട്ടന്റെ സംസാരം കേട്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നത്. പ്രിയഞ്ചേട്ടൻ എന്താ ജോലിന്ന് പിരിഞ്ഞു പോവാണോ? വയസ്സായിട്ട് ജോലിന്ന് പിരിഞ്ഞു പോകുന്നതല്ല, ചില വ്യക്തിപരമായ കാരണം കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ജോലി രാജിവെച്ച് പോകുന്നതാ.